ലോർഡ്, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം. ഞാൻ എപ്പോഴും പറയാറില്ലേ, എല്ലാ വിശുദ്ധന്മാരെന്ന്. ആരാ വിശുദ്ധന്മാര്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പിടിക്കപ്പെട്ട എല്ലാവരും വിശുദ്ധന്മാരാണ്. ഈ ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് വിശുദ്ധന്മാർക്കാണ്. മരിച്ചു കഴിഞ്ഞിട്ട് ആരെങ്കിലും വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമൊന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇന്നും ഞാൻ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ, നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച, വീണ്ടും ജനിച്ച ദൈവമക്കളായി തീർന്ന എല്ലാവരും വിശുദ്ധന്മാരാണ്. റോമിലുള്ള വിശുദ്ധന്മാർക്ക്, കൊരിന്തിലുള്ള വിശുദ്ധന്മാർക്ക്, എഫേസ്യസിലുള്ള വിശുദ്ധന്മാർക്ക് അതിന്റെ ആരംഭത്തിൽ തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പൗലോസ്ലീഹ അത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമ്മൾ വിശുദ്ധന്മാര് എങ്ങനെയായിരിക്കണം? നമ്മൾ കർത്താവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്, കർത്താവിന്റെ വകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിൽ തന്നെ വിശുദ്ധന്മാരാണ്. ആരെല്ലാം കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാവരും വിശുദ്ധന്മാരാണ്. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ വിഷയം ഇന്ന് അത് തീർക്കണമെന്ന് ആഗ്രഹിക്കുക 6-7 കാര്യം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നാം ഓരോരുത്തരും ഏതെല്ലാം നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയും എന്നുള്ളതിലെ 5 പോയിന്റുകൾ നമ്മൾ ഇന്നലെ വരെയും കണ്ടു. ഇന്ന് 6-7 പോയിന്റ് വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞ് തീർക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട പോയിന്റുകളിലേക്ക് ഞാൻ ഇനിയിപ്പോൾ പോകുന്നില്ല. അതിന്റെ 6ാമത്തെ പോയിന്റ് നമ്മൾ വായിക്കുന്നത് 1 കൊരിന്ത്യർ അതിന്റെ 6-ാം അധ്യായം. 1 കൊരിന്ത്യർ അതിന്റെ 6-ാം അധ്യായം അതിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ അതിന്റെ 6-ാം അധ്യായം അതിന്റെ 19ഉം 20ഉം വാക്യം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ ഇവിടത്തെ വിഷയം നമ്മുടെ ശരീരത്തെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മൾ ഈ ലോകത്തിൽ വസിക്കുമ്പോൾ നമ്മൾ പരദേശികളാണ്, നാം താന്താങ്ങൾക്കുള്ളവരല്ല. കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. ഈ ശരീരം കൊണ്ട് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. അപ്പോൾ അതിനർത്ഥം ഒരു യഥാർത്ഥമായ വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കുക, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കുക. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ കൊണ്ടും നമ്മൾ റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പോൾ നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യണം? ഒരു യാഗമായിട്ട് ദൈവത്തിന് സമർപ്പിക്കണം. നമ്മൾ എല്ലാ ദിവസവും ഈ കാര്യം ചെയ്യണം. നമ്മൾ അതേ റോമർ 6-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് അർപ്പിക്കുമരുത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. അപ്പോൾ ദൈവത്തിന് നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കുക. അതിന്റെ 19-ാം വാക്യം കൂടെ വായിക്കാം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിച്ചുകൊള്ളുവിൻ. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഓരോ വിശുദ്ധന്മാരും അവരുടെ ഓരോ ശരീരത്തിന്റെ അവയവങ്ങളെയും, നമുക്കറിയാം നമ്മളിലുള്ള പഞ്ചേന്ദ്രിയം, ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഓരോ ഭാഗങ്ങളിലൂടെയും നമ്മുടെ കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. പറയുന്ന സാരം ഒരു യഥാർത്ഥ വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ഒരു വലിയ വിശപ്പും ദാഹവും നമുക്കുണ്ടായിരിക്കണം. അപ്പം ഞാൻ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാവ്. നാവിന്റെ വിശുദ്ധി വളരെ അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മാത്രം, എല്ലാം കൂടെ എടുത്ത് പറയാൻ നമുക്ക് സമയമില്ല. അപ്പോൾ ഒരു അവയവത്തെ കുറിച്ച് മാത്രം ഞാൻ പറയാം. കർത്താവ് പറഞ്ഞ നാവിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ മത്തായി 12-ാം അധ്യായം അതിന്റെ 34 മുതൽ, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കാൻ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പ്രകടിപ്പിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്നും തീയത് പ്രകടിപ്പിക്കുന്നു. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
നിന്റെ വാക്കുകളാൽ നീ നീതിരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞ മത്തായി 12-ാം അധ്യായം 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അപ്പോൾ നിങ്ങൾക്കത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളെടുത്ത് വായിക്കണം സാവകാശം. അപ്പൊ ഇവിടെ നമ്മുടെ അധരങ്ങളിൽ നിന്നും വരുന്ന ശബ്ദം അത് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അത് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത് വലിയൊരു കാര്യമാണ് പ്രിയമുള്ളവരെ. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ വാക്കുകളിലൂടെ ആ വ്യക്തിയുടെ ആത്മീയതയെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളിലും സൂക്ഷിക്കണം. നമ്മൾ 1 ശമൂവേൽ 2:3 വായിക്കുന്നുണ്ട്, നിങ്ങൾ ഡംഭിച്ച് സംസാരിക്കരുത്. അപ്പൊ ഇന്ന് ചിലരൊക്കെ സംസാരം ഒരു നികളത്തോടു കൂടിയാണ്. അങ്ങനെ സംസാരിക്കാൻ പാടില്ല. നമ്മുടെ ആ സംസാരം കേൾക്കുമ്പോൾ അറിയാം ചിലർ ഭയങ്കര ഒരു നികളഭാവം. നമ്മുടെ സംസാരങ്ങളെ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ അത് നമുക്ക് നിത്യതയോടുള്ള ബന്ധത്തിൽ വലിയ നഷ്ടത്തിന് കാരണമാകും. അപ്പം ദൈവത്തിന്റെ വചനത്തില് അവന്റെ കൂടാരത്തിൽ ആർ പാർക്കും എന്നുള്ള ഒരു ചോദ്യം നമ്മൾ 15-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം പ്രവർത്തിക്കാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മുടെ നാവ് കൊണ്ടുള്ള പ്രയോഗങ്ങളുടെ ഒരു വലിയ ഡീറ്റെയിൽ ഇവിടെ തന്നിരിക്കുക. നമ്മുടെ നാവുകളെ. അപ്പോൾ ആരാണ് ദൈവത്തോടു കൂടെ പാർക്കുന്നവൻ എന്നുള്ളതാണ്. ദൈവത്തോടു കൂടെ പാർക്കുന്നവൻ അവൻ എങ്ങനെയാണ്? അവൻ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കും, നാവ് കൊണ്ട് കരള അല്ലെങ്കിൽ കള്ളം പറയുകയില്ല, കൂട്ടുകാരന് ദോഷം ചെയ്യുകയില്ല, കൂട്ടുകാരന് അപമാനം വരുത്തുകയില്ല. ഇതെല്ലാം നമ്മൾ നാവ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചിന്തിക്കുക അല്ലേ? എത്രയോ പേര് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വെറുതെ ദൂഷിക്കും, സത്യം ഒന്നും അറിയത്തില്ലാതെ. എങ്കിലും ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ അതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും നമ്മൾ തയ്യാറായിരിക്കണം. കാരണം നമ്മുടെ കർത്താവിനെ ഈ ലോകം ദൂഷിക്കുകയും പഴിക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് നമ്മളോട് ആ രീതിയിൽ ജനങ്ങൾ ഇടപെടാം. അതുകൊണ്ട് നമ്മുടെ അധരങ്ങൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ദൂഷിക്കാതിരിക്കുക, നിന്ദിക്കാതിരിക്കുക, പഴിക്കാതിരിക്കുക, മറ്റുള്ളവരെ ചെറുതാക്കാതിരിക്കുക, താറടിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മുടെ കർത്താവ്, ഇതൊക്കെ ഈ അധരങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ കർത്താവ് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ അധരങ്ങൾ നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കണം. നമ്മള് സദൃശ്യവാക്യം 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ വായിക്കുന്നത്, വായുടെ വക്രത നിങ്ങളിൽ നിന്നും നീക്കിക്കളയുക, അധരങ്ങളുടെ വികടം നിങ്ങളിൽ നിന്ന് അകറ്റുക. വായുടെ വക്രത നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുക, അധരങ്ങളുടെ വികടം നിങ്ങളിൽ നിന്ന് അകറ്റുക. അപ്പം അധരങ്ങൾ കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് എത്ര സൂക്ഷിച്ചു വേണം എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതേ തന്നെ സദൃശ്യവാക്യങ്ങള് അതിന്റെ 10-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും 10-19, വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കുകയില്ല, അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. അപ്പോൾ വാക്ക് പെരുകിയാൽ ചെറിയ കാര്യത്തിന് ഒരുപാട് ലെറ്ററടിക്കും. പക്ഷെ അതിനകത്തൊക്കെ അനേക കാര്യങ്ങളിൽ വീഴ്ച ഉണ്ടാവും. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞത്, ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയിരിക്കട്ടെ, അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നത് എന്ന് കർത്താവ് മത്തായി 5:37 പറഞ്ഞു. അതേ കാര്യം യാക്കോബ് 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നുണ്ട്, ഉവ്വ എങ്കിൽ ഉവ്വ എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും ആയിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ എപ്പോഴും വളരെ പരിമിതമായിരിക്കുന്നുവെങ്കിൽ നമുക്ക് അനേക തെറ്റുകളിൽ നിന്നും നമുക്ക് ഒഴിവുള്ളവരായിരിക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ ആ കാര്യത്തിൽ വളരെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ആത്മീയ ഉന്നതി ലഭിക്കണമെന്നുള്ളതായിരിക്കണം നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. നമ്മൾ എഫേസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിൽ എഫേസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 29 മുതൽ വായിക്കുമ്പോൾ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. കണ്ടോ? അതിന് 25-ാം വാക്യം, ആകയാൽ ഫോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫോഷ്ക്ക് പറയരുത്, കള്ളം പറയരുത്, സത്യം സംസാരിക്കുക. അതാ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എത്രമാത്രം നമ്മൾ ക്രിസ്തുവിലായിട്ട് നമുക്ക് എത്രമാത്രം ഈ കർത്താവിന്റെ വചനങ്ങളെ മുറുകെ പിടിക്കാൻ പറ്റുന്നുണ്ട്.
സെക്കരിയ പ്രവചനത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സെക്കരിയ പ്രവചനം അതിന്റെ 8-ാം അധ്യായം 16-ാം വാക്യം, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു. ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം പറയുവേൻ. ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം പറയുവേൻ. നമ്മൾ ചിലരോട് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം സത്യം പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതിന് ചിലപ്പോൾ ഒരു എണ്ണം ഉണ്ടാവും. കാരണം വളരെ പരിമിതമായിട്ടേ സത്യം പറയാറുള്ളൂ. എപ്പോഴും കള്ളം പറയുന്ന ഒരു കൂട്ടം ജനങ്ങൾ. പോഷ്കിന്റെ ആത്മാവ് അവരിൽ വ്യാപിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. നമുക്ക് എത്രമാത്രം ദൈവത്തിന്റെ വചനത്തോ അല്ലെങ്കിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന നിലയിൽ നമുക്ക് സത്യം സംസാരിക്കാൻ കഴിയുന്നു. അതേ കാര്യം സദൃശ്യവാക്യം അതിന്റെ 8-ാം അധ്യായം, സദൃശ്യവാക്യം അതിന്റെ 8-ാം അധ്യായം, ലോർഡ് ജീസസ് 8-ന്റെ 6-7 വാക്യം, കേൾപ്പീൻ, ഞാൻ ഉത്കൃഷ്ടമായി സംസാരിക്കും, എന്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിനായിരിക്കും, എന്റെ വായി സത്യം സംസാരിക്കും, ദുഷ്ടത എന്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു. കണ്ടോ, അതാ ഒരു ഭക്തന് വേണ്ട അനിവാര്യമായ സ്വഭാവം. ദുഷ്ടത എനിക്ക് എന്താണ്? ദുഷ്ടത എന്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു. നമ്മൾ നമ്മുടെ അധരങ്ങളിലൂടെ ദുഷ്ടകാര്യങ്ങളെ, മോശമായ കാര്യങ്ങളെ, തെറ്റായ കാര്യങ്ങളെ, കളങ്കം വരുത്തുന്ന കാര്യങ്ങളെ നമ്മൾ പറയാതിരിക്കുക. ഇത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പം നമുക്കറിയാമല്ലോ, പഴയ നിയമ ഭക്തനായ ഇയ്യോബ് താൻ പറയുന്ന ഒരു വളരെ അനുഗ്രഹീതമായ ഒരു ചോദ്യമുണ്ട്. ഇയ്യോബ് അതിന്റെ 6-ാം അധ്യായം 30-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ, എന്റെ നാവിൽ അനീതിയുണ്ടോ? ഒരു ചോദ്യമാണ്. എന്റെ നാവിൽ അനീതിയുണ്ടോ? നമുക്കങ്ങനെ എത്ര പേർക്ക് പറയാൻ കഴിയും? എന്റെ നാവിൽ അനീതിയുണ്ടോ? അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള എന്തെങ്കിലും എന്നിലൂടെ വരുന്നുണ്ടോ? ആ ഇയ്യോബ് തന്നെ അതിന്റെ 27-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, എന്റെ അധരം നീതിയോട് സംസാരിക്കുകയില്ല, എന്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയുമില്ല എന്ന തീരുമാനം. അത് എല്ലാ വിശുദ്ധന്മാരും എടുക്കേണ്ട നല്ല തീരുമാനം. എന്റെ അധരം നീതിയോട് സംസാരിക്കുകയില്ല, എന്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയുമില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു നല്ല ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് തന്റെ 39-ാം സങ്കീർത്തനത്തില് താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരോടുകൂടെയുള്ള ഇടപെടലുകളിൽ എന്തെങ്കിലും വരുമ്പോൾ അവിടെ വീഴ്ച ഭവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് ദാവീദ് എടുത്തൊരു തീരുമാനം ഇതാണ്. ഞാൻ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും? ഞാൻ എന്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കും. അതൊക്കെ ഒരു വലിയ ശക്തമായ ഒരു തീരുമാനം തന്നെയാണ്. അപ്പം നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കർത്താവാണ് നമുക്ക് മാതൃക. ആ കർത്താവ് 1 പത്രോസ് 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ടോ, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമായിരിക്കും, സത്യമായിരിക്കും. എത്ര അനുഗ്രഹീതമായ ഒരു കാര്യമാണ് ഇത്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ഈ നാവിന്റെ ചെറിയ വീഴ്ചയില് എബ്രായീമ്യരില് 40,000 പേര് വീണുപോയതിനെ കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 5-6 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എങ്ങനെയാണ്? നാവിന്റെ ചെറിയൊരു വീഴ്ചയിലൂടെ അല്ലെങ്കിൽ സംസാരത്തിൽ വന്ന ചെറിയൊരു തെറ്റായ പ്രൊണൗൺസിയേഷനിലൂടെ 40,000 പേര് കൊല്ലപ്പെട്ടു. കാരണം അവര് പറയും, നിങ്ങൾ സിബോലത്ത് എന്ന് പറയാൻ പറയും. അവർക്ക് സിബോലത്ത് എന്ന് പറയാൻ പറ്റില്ല, അവർ ഷിബോലത്ത് എന്ന് പറയും. ചെറിയൊരു വ്യത്യാസം. ആ ഒരു ചെറിയ വ്യത്യാസത്തിൽ നമ്മളോട് വായിക്കുന്നത് 40,000 പേരെ കൊന്നു കളഞ്ഞെന്ന. അവർക്ക് എന്താണ്? സംസാരത്തിൽ വന്ന ചെറിയ വീഴ്ച, ചെറിയൊരു വ്യത്യാസത്തിൽ വന്ന ഒരു വലിയ അപകടമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ നിത്യതയെ നിർണയിക്കുന്നത് നമ്മുടെ നാവിലൂടെ വരുന്ന സംസാരമാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ നിത്യതയെ നിർണയിക്കുന്നത് നമ്മുടെ നാവിലൂടെ ഉണ്ടാകുന്ന സംസാരമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാ ഞാനൊരു വാക്യം, വളരെ ഗൗരവമുള്ളൊരു വാക്യം ഞാൻ വായിപ്പിക്കാം. സദൃശ്യവാക്യം അതിന്റെ 18-ാം അധ്യായം
അതിന്റെ 21 വാക്യം. 18:21. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. കണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ നാവിലൂടെ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ, പറയുന്ന കാര്യങ്ങളിലൂടെ മരണം കൊയ്യുവാനിടയായി തീരും, ജീവനെ കൊയ്യുവാനിടയായി തീരും. നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത് നാം എത്രമാത്രം ശ്രദ്ധിക്കണം. തിരുവചനത്തിലെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയുമ്പോഴത്തേക്കും തിമോത്തിയോസിനോട് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. തിമോത്തിയോസെ, നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. പിന്നെ 1 തിമോത്തി 4:12 പറയാണ്, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം പറയാണ്, നീ വാക്കിൽ മാതൃകയായിരിക്കണം. വാക്ക് പറഞ്ഞാൽ അത് നിവർത്തിക്കണം. നമ്മൾ ഇരുവാക്കുകാരാകാൻ പാടില്ല. പറയുന്ന വാക്ക് അതുപോലെ നിവർത്തിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അത് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. പലപ്പോഴും പലരും പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കേൾക്കുന്നില്ലേ ട്രംപിനെ കുറിച്ച്. ട്രംപ് ഒരു പ്രാവശ്യം പറയുന്നതല്ല പിന്നെ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചുമൊക്കെ പറയും. ഇത് ലോക മനുഷ്യന്റെ കാര്യമാണ്. എന്നാൽ ദൈവമക്കൾ പറയുന്ന ഓരോ കാര്യങ്ങളും അതെത്ര മാത്രം വ്യക്തതയുള്ളതായിരിക്കണം, നിറവേറ്റുവാനായിട്ടുള്ള ഉത്സാഹം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം, പിന്നെ യാക്കോബ് തന്നെ ഈ ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, ഒരു വ്യക്തി, ഒരു വിശുദ്ധൻ നാവിനെ നിയന്ത്രിക്കുന്നുവെങ്കിൽ, നമ്മൾ യാക്കോബ് 3:2 വാക്യം, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കണിയാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. ആരാണ്? വാക്കിൽ തെറ്റാത്തവൻ. നോക്കുക, വാക്കിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. നാവ് ഒരു വലിയ തീയാണെന്ന, അതിൽ വിഷം നിറഞ്ഞിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ അവയവങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ അതേ യാക്കോബ് തന്നെ അതിന്റെ 1:26 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിക്കുന്നുവെങ്കിൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. അപ്പോൾ പലരുടെയും അധരങ്ങളില്ല ഭക്തി, ജീവിതത്തിൽ അതില്ല. അതൊക്കെ എത്ര വഞ്ചനയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തനെ കൊണ്ടൊന്നും ദൈവം ഒരിക്കലും പ്രസാദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചിലരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നേരെ നിൽക്കുന്ന മരം കുനിഞ്ഞു വരും. അത്ര നല്ല മധുരമുള്ള സംസാരങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ കവടത വെച്ചുകൊണ്ട് നമ്മൾ ഈ അധരങ്ങൾ കൊണ്ട് ഭക്തി ചെയ്യുന്നത് അതൊക്കെ സ്വർഗം കാണുന്നു. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ഭക്തി എപ്രകാരമുള്ളതാണ് എന്നുള്ളതാണ് വിഷയം. അപ്പം നമുക്കൊരു ശുഭഭാവി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മുടെ അധരങ്ങളെ നമ്മൾ 1 പത്രോസ് അതിന്റെ 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. കണ്ടോ? അപ്പോൾ ജീവനെ ആഗ്രഹിക്കുന്നവൻ, ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുന്നവൻ, ഭാവിയിൽ ഒരു നല്ല ഭാവി ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ അധരങ്ങളെ നമ്മൾ സൂക്ഷിക്കുവാൻ എത്രമാത്രം കടപ്പെട്ടവരാണെന്ന. വാസ്തവത്തിൽ ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമല്ലേ ദൈവമക്കളെ? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ അധരങ്ങളിലൂടെ വീഴുന്നേ. അതുകൊണ്ടല്ലേ ദാവീദ് പറയുന്നുണ്ടല്ലോ, ദാവീദ് 19-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? 19:14, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. എത്ര അനുഗ്രഹിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവ ഹൃദയം സന്തോഷിക്കാനിടയാകണം, കർത്താവിന് മഹത്വം ഉണ്ടാകുന്നവയായിരിക്കണം. അതാ ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ നാവിനെ നിയന്ത്രിക്കാം? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവ് മോശയെ വിളിച്ച് തന്നെ നിയോഗിക്കുമ്പോൾ മോശ പറയുന്ന കാര്യം എന്നാ അറിയോ? എന്റെ ദൈവമേ, എന്റെ നാവ് തടിച്ച നാവാ. അല്ലേ? 4-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10 മുതൽ 12 വരെ. മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായു കൊടുത്തതാ, അല്ല ഊമനെയും ചെകിടനെയും
കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും മോശ ഈ ദൗത്യത്തിൽ നിന്നും പിന്മാറുവാനായിട്ട് ആഗ്രഹിക്കുക. എന്നിട്ട് അവൻ പറയുന്നത് എനിക്ക് തടിച്ച നാവാണെന്ന. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നാവ് തന്ന ദൈവത്തെ, നമുക്കുള്ള കൃപയനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതാണ് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിന്റെ ഭംഗിയോ പാട്ടിന്റെ ഈണമോ ഇതൊന്നുമല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ആ സ്വർഗം നോക്കുന്നത്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളിലും നമുക്ക് രക്ഷിക്കപ്പെട്ട ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു നിർണയം നാവിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ സങ്കീർത്തനം 17:3 അതിന്റെ ബി പാട്ടിൽ വായിക്കുന്നത്, നീ എന്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നോക്കുക, എന്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതും ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. അവൻ പറയുന്നത് എന്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമ്മൾ അങ്ങനെ ഒരു നല്ല തീരുമാനം എടുത്തിട്ടുണ്ടോ? അങ്ങനെ എടുത്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ആയിരിക്കുന്നത് ഏറ്റവും അന്ത്യകാലത്താണ്. അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നാണ് വമ്പ് പറയുന്ന നാവ്, അല്ലെ? 2 തിമോത്തി 3:2 പറയുന്നുണ്ട്, വമ്പ് പറയുന്ന നാവ്. ജനങ്ങൾ വമ്പ് പറയും, സത്യമല്ല വമ്പ് പറയും. അങ്ങനെ പറയുന്നവര് എന്തായിരിക്കും? നമ്മൾ ദൈവത്തിന്റെ സത്യം സംസാരിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വായായി മാറുമെന്ന. നമ്മൾ യിരെമ്യാ പ്രവചനം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെയാകും. നീ എന്റെ വായ് പോലെയാകും. എന്ത് ചെയ്യണം? നീ അധമമായത് ഉപേക്ഷിക്കണം. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അധരങ്ങൾ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ വരുന്ന നമുക്ക് നിത്യതയിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അധരങ്ങളിലൂടെ വരുന്ന ശബ്ദങ്ങൾ എന്നുള്ളത് മറക്കരുത്. നമുക്കറിയാം, മോശ ശക്തനായ നേതാവായിരുന്നു, എന്നാൽ തന്റെ നാവ് പിഴച്ചു. അതുകൊണ്ട് തനിക്ക് ജനത്തെ കനാനിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. താൻ വളരെയധികം ആഗ്രഹിച്ചു, ദൈവത്തോട് വളരെ കേണുവീണ് അപേക്ഷിച്ചു, എന്നാൽ തനിക്കത് കഴിഞ്ഞില്ല. എന്താ സംഭവിച്ചേ? നാവിലൂടെ നമ്മൾ 106-ാം സങ്കീർത്തനം 33-ാം വാക്യത്തിലും ഒപ്പം സംഖ്യാപുസ്തകം 20-ാം അധ്യായം അതിന്റെ 10ഉം 12ഉം വാക്യങ്ങളും വായിക്കുന്നുണ്ട്. അവന് തന്റെ ജനത്തെ വാഗ്ദത്തദേശത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എന്താണ് സംഭവിച്ചത്? ദുശാഠ്യക്കാരെ എന്നുള്ള ഒരു കോപത്തിൽ വന്ന് പറഞ്ഞ ഒരു വാക്കാണ്. ചിന്തിക്കണം, നമ്മുടെ വാക്ക് വരുത്തി വയ്ക്കുന്ന വിന എത്ര ഭയങ്കരമാണെന്ന് നിത്യതയിൽ മാത്രമേ നമ്മൾ അറിയൂ. ദൈവമക്കളെ, നമ്മൾക്ക് നമ്മുടെ ഓരോ വാക്കുകളെക്കുറിച്ചും നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. അപ്പം കർത്താവിനോട് കൂടെ എപ്പോഴും ആയിരിക്കേണ്ട ദൈവജനത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത നമ്മൾ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് പറയുന്നത് 14-ാം അധ്യായം 5-ാം വാക്യം, ഭോഷ്ക് അവിടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. അപ്പോൾ കുഞ്ഞാടിനോടുകൂടെ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവനെ അനുഗമിക്കുന്ന തന്റെ വിശുദ്ധന്മാരുടെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഭോഷ്ക് അവിടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ എന്ന. കളങ്കമില്ലാത്തവർ തന്നെ. അപ്പം നമ്മുടെ വായെ നമ്മൾ കാത്തുകൊള്ളണം. വായെ കാത്തുകൊള്ളുന്നവൻ എന്ത് ചെയ്യുന്നു എന്നറിയോ? വായെ കാത്തുകൊള്ളുന്നവൻ തന്റെ പ്രാണനെ സൂക്ഷിക്കുന്നു എന്നൊരു വാക്യം, സദൃശ്യവാക്യം 13:3. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. നോക്കണം, ഓരോ ദിവസവും നമ്മുടെ പ്രാണന്റെ രക്ഷയിൽ വളരുവാനായിട്ട് നമ്മൾ നാവുകളെ എത്രമാത്രം സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എന്തുമാത്രം വീഴ്ചകൾ ഉണ്ടാകാം. വളരെ ഗൗരവമായിട്ട് കാണേണ്ട പ്രിയമുള്ളവരെ, എല്ലാ ദൈവമക്കളും. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ, കാരണം ഭോഷ്ക് എന്നുള്ളത് പിശാചിൽ നിന്ന് വരുന്നത്. അപ്പം
ഞാനിവിടെ 7ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുക. കാരണം ഇന്നത് തീർക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ കൂടുതൽ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കണം. അതിൽ ഞാനൊരു അവയവത്തിന്റെ കാര്യം മാത്രമേ എടുത്തുള്ളൂ, നാവ്. കാരണം നമ്മുടെ മുഴുവൻ ജീവിതത്തെയും കളങ്കിതമാക്കുന്നത് ഈ നാവ് കൊണ്ടാണ്. കാരണം ഒരു ചെറിയ തീ വനത്തെയും കത്തിക്കുന്നെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവചക്രത്തിന് തീ കൊളുത്തുന്നത് ഈ നാവാണ്. അതുകൊണ്ട് ഞാൻ നാവിനെ കുറിച്ച് മാത്രം അല്പം എടുക്കുന്നുള്ളൂ. ഇനി അവസാനം 7ാമത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ സബ്ജക്റ്റ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന 7ാമത്തെ കാര്യം നമ്മൾ അധികം ഫലം കായ്ക്കുന്നതിനാൽ എന്നുള്ളതാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 8ാം വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും, നമ്മളാരും കർത്താവിനെ തിരഞ്ഞെടുത്തല്ല, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത. അപ്പൊ നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ കർത്താവിന്റെ ലക്ഷ്യം എന്താണെന്ന് അതേ യോഹന്നാൻ 15:16 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനാക്കി വെച്ചുമിരിക്കുന്ന. അപ്പൊ നമ്മൾ പോയി ഫലം കായ്ക്കണമെന്നുള്ളതാണ് നമ്മളെ തിരഞ്ഞെടുത്ത നമ്മുടെ കർത്താവിന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫലം കായ്ക്കുന്നുണ്ടോ എന്നുള്ള വിഷയം. അതിന്റെ 2ാം വാക്യം 15-ാം അധ്യായത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ 2ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് 15-2, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. കണ്ടോ? കായ്ക്കുന്നതിനെ അധിക ഫലം കായ്ക്കുവാൻ ചെത്തി വെടിപ്പാക്കുന്നു എന്ന് പറഞ്ഞാല് വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള അനേക കഷ്ടങ്ങള്, വേദനകള്, പ്രതികൂലങ്ങളെല്ലാം ഉണ്ടാകും. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നാ? അധിക ഫലം കായ്ക്കുവാൻ. കാരണം നമ്മൾ അധിക ഫലം കായ്ക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമ്മൾ അല്പഫലം കായ്ച്ചാൽ പോരാ, നമ്മൾ അധിക ഫലം കായ്ക്കുന്നതായിരിക്കണം. ഇനി അതിന്റെ 5-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 5-ാം വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തന് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. കണ്ടോ? അവൻ വളരെ ഫലം കായ്ക്കും. ആരാ? കർത്താവിൽ വസിക്കുന്നവൻ. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ പിതാവായ ദൈവം നമ്മളെ ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിലായിരിക്കുക, ക്രിസ്തു നമ്മിലായിരിക്കുക എന്നുള്ളതാണ് വലിയ പ്രാധാന്യമുള്ള കാര്യം. ഞാനിന്ന് എവിടെയായിരിക്കുന്നു? ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നു. ക്രിസ്തുവിലല്ലാത്ത ഒരു ജീവിതം ഒരിക്കലും ഫലവത്തായ ഒരു ജീവിതം ആയിരിക്കില്ല. ഇന്ന് അനേകരും ഈ കാര്യത്തിൽ അവര് ഒരു സ്വയശോധന കഴിക്കുന്നില്ല. ദൈവമക്കളെല്ലാം മനസ്സിലാക്കണം, നമ്മൾ ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഫലം കായ്ക്കുന്നത്. ഇത് നമ്മുടെ പരിശ്രമഫലമൊന്നുമല്ല. ഇത് നാം കർത്താവിലായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഫലം കായ്ക്കാൻ കഴിയുന്നത്. അപ്പൊ ഇന്നൊരു ഫലവത്തായ ജീവിതമാണോ നാം നയിക്കുന്നത്? ഞാൻ ക്രിസ്തുവിലാണെങ്കിൽ ഞാൻ ഏത് സമയത്തും കർത്താവിന് വേണ്ടി വളരെ ഫലം കായ്ക്കുന്ന ഒരു അനുഭവമായിരിക്കും എനിക്ക് ഉണ്ടായിരിക്കുക. ആ അനുഭവം നമുക്കുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. ദൈവമക്കളെ, നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. യഥാർത്ഥത്തിൽ നമ്മളെക്കുറിച്ച് നമ്മളെ മഹത്വത്തിന് വേണ്ടി വേർതിരിച്ച ഈ കർത്താവിന്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുന്നുണ്ടോ? ഞാനിവിടെ പറഞ്ഞ 7 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർപ്പിച്ച് ഞാനങ്ങ് നിർത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് അത് പെട്ടെന്നൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? എന്നാൽ ഇന്നതാ തീർന്നിരിക്കുക. തീർത്തില്ല എന്നാൽ തീർക്കുക. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞു, നമ്മൾ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 2ാമത് ഞാൻ പറഞ്ഞു, ദൈവം നമുക്ക് തന്ന പ്രവൃത്തി, ദൈവം എല്ലാ വിശുദ്ധന്മാർക്കും കൃത്യമായ ഒരു പ്രവൃത്തി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രവൃത്തി തികയ്ക്കുന്നതിലൂടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ അതിൽ വിശ്വസ്തരായിരിക്കണം. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കാര്യവിചാരകന്മാർ വിശ്വസ്തരായിരിക്കണം. നോക്കുക, 3ാമത്തെ കാര്യം നമ്മൾ കണ്ടത്, നാം സൽപ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ. നമ്മളാരും സൽപ്രവൃത്തികൾ ചെയ്ത് രക്ഷിക്കപ്പെട്ടവരല്ല, എന്നാൽ രക്ഷിക്കപ്പെട്ടവർ സൽപ്രവൃത്തികൾ ചെയ്യേണ്ടവരാകുന്നു. ഈ കാര്യം വളരെ ഗൗരവമായി, അതിനെ നിസ്സാരമായിട്ട് എണ്ണരുത് ദൈവമക്കളെ. നമുക്ക് സൽപ്രവൃത്തികളിൽ നാം മുൻപരായിരിക്കണം. ഞാൻ അന്ന് വളരെ തീത്തോസിന്റെ ലേഖനത്തിൽ നിന്നും അനേക കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. 5 കാര്യം വളരെ ഗൗരവമായി തീത്തോസ് അത് പഠിപ്പിക്കുന്നുണ്ട്. തീത്തോസ് ലേഖനത്തിൽ പൗലോസിനെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക,
നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, നാം ആത്മാക്കളെ ദൈവത്തിനായി നേടുന്നതിലൂടെ, നമ്മൾ ആത്മാക്കളെ നേടുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മളിലൂടെ നമ്മൾ കർത്താവിന് ഉപയോഗിക്കാൻ കഴിഞ്ഞോ? കർത്താവ് യജമാനന് ഉപയോഗമുള്ളൊരു പാത്രമായി നമ്മൾ തീർന്നോ? നമ്മൾ എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം കർത്താവിന് വേണ്ടി അനേക ജീവിതങ്ങളെ നേടുന്നവരായിരിക്കണം. സഭകൾ സ്ഥാപിക്കപ്പെടണം, അവിടെയെല്ലാം കൂട്ടായ്മകൾ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ? എനിക്ക് വളരെ പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും. കർത്താവ് എവിടെയെല്ലാം അയച്ചോ അവിടെയെല്ലാം ഓരോ കൂട്ടങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. വളരെ അനുഗ്രഹീതമായ നിലയിൽ ഇന്നയോളം കർത്താവ് നടത്തി. ദൈവമക്കളെ, നമ്മൾ നിശ്ചയമായിട്ടും നമ്മൾ കർത്താവിന്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടണമെങ്കിൽ നമ്മൾ ആത്മാക്കളെ നേടുന്നവരായിരിക്കണം. വീണ്ടും നമ്മൾ അഞ്ചാമത് നമ്മൾ കണ്ടത് ഐക്യത്തെക്കുറിച്ചാണ്. ഐക്യം. ദൈവമക്കളെ, നമ്മുടെ ഐക്യം, നമ്മൾ ഒരു മനസ്സുള്ളവരായിരിക്കണം. നമ്മൾ ഒരിക്കലും ഭിന്നത ഒരിക്കലും വരാതെ. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഐക്യത. പിശാചിന്റെ പ്രവൃത്തിയാണ് എന്താണ്? അത് നശിപ്പിക്കുക, ഐക്യത്തെ നഷ്ടപ്പെടുത്തുക. നോക്കുക, നമ്മൾ ഒരിക്കലും ഭവനത്തിലാകട്ടെ സഭയിലാകട്ടെ നമ്മൾ മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്കോ അല്ല ഐക്യം നഷ്ടപ്പെടുന്നതിനോ ഒരു കാരണമാകാൻ പാടില്ല. സഭയ്ക്ക് ഒരിക്കലും നമ്മൾ ഇടർച്ചയാകരുത്. അത് ഭയങ്കര ശാപമാണ്, അത് ഭയങ്കര ശിക്ഷാവിധിയാണ്. വളരെ സൂക്ഷിക്കണേ ദൈവമക്കളെ. ആറാമത് നമ്മൾ കണ്ടത്, നമ്മൾ ശരീരത്തെ നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കുന്നതിലൂടെ ദൈവനാമം മഹത്വപ്പെടുന്നു. നമ്മുടെ ഓരോ അവയവങ്ങളിലൂടെയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക നിലയിൽ ഇതിനെ വിശുദ്ധമായി സൂക്ഷിപ്പാൻ നമുക്കൊരു വലിയ കടപ്പാടുണ്ട്. ഏഴാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, നാം അധികമായി ഫലം കായ്ക്കുന്നതിനാൽ കർത്താവ് മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഈ അധിക ഫലം കായ്ക്കാൻ എന്ത് ചെയ്യണം? അതിന് 3 മരണം ആവശ്യമാണ്. നമ്മള് ജഡത്തിന്, ലോകത്തിന്, പാപത്തിന് ഈ 3 മരണം ആവശ്യം. ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് ചുരുക്കിയതാണ്. ഈ 3 മരണവും നടന്നിട്ടുണ്ടെങ്കിൽ, എന്തിനൊക്കെ? ലോകത്തിന്, ജഡത്തിന്, പാപത്തിന്. ഈ 3 മരണവും നമ്മൾ ലോകത്തിന് മരിച്ചവരാണെങ്കിൽ കൊളോസ്യർ 3:5, നമ്മൾ പാപത്തിന് മരിച്ചവരാണെങ്കിൽ റോമാലേഖനം 6:1-2, നമ്മൾ ജഡത്തിന് മരിച്ചവരാണെങ്കിൽ ഗലാത്യർ 5:24. ഈ 3 മരണം നടന്നെങ്കിൽ മാത്രമേ ശരിയായ നിലയിൽ ഫലവത്തായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം വിസ്തരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വളരെ ഷോർട്ടായിട്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളതൊക്കെ വചനമൊക്കെ എടുത്ത് നിങ്ങൾ ധ്യാനിക്കുക, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക, കർത്താവിന്റെ ജീവിതത്തെ മഹത്വപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതം കർത്താവിനധികം മഹത്വം കരയറ്റുന്നതായി മാറട്ടെ. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നിങ്ങളെല്ലാം സമൃദ്ധിയായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.